എനിക്കേ എന്റെ സാധനങ്ങൾ ഉപേക്ഷിക്കാൻ മനസ്സില്ലടി. നീ ആരടി എന്നെ ശകാരിക്കാൻ? ദേ, ഞാൻ അവരുടെ കൂടെ നിന്ന് നിന്നെ ആക്രമിക്കാത്തതേ നീയേ എന്റെ മകന്റെ ഭാര്യ ആയതുകൊണ്ടാ. മക്കളെ, അതേതാ ഒരു പുതിയൊരു കിളി വെച്ച? നന്ദു, അതെന്റെ അമ്മയാ. ദീപുന്റെ അമ്മ കിളിയായിരുന്നോ? അതെ, ഒരു കാര്യം ചോദിക്കാനാ ഞാൻ നിങ്ങളെ വിളിച്ചേ. എന്താ? എപ്പോഴും വേണമെന്നില്ല, ഇവിടുത്തെ കാര്യവും നോക്കണമല്ലോ. വൈകുന്നേരങ്ങളില് ഞാൻ നിങ്ങളുടെ ബംഗ്ലാവിലേക്ക് വന്നോട്ടെ? എന്തോ കളിയാക്കണ്ട. ഇവിടെ കുറെ നാളായി അടഞ്ഞു കിടന്നോണ്ടേ കടുക് ചാക്ക് മറിച്ചിട്ടതുപോലെ ചെള്ളുണ്ട്. വൈകിട്ട് അവിടെ വന്ന് കിടക്കാന്ന് കരുതിയിട്ടാ. വേണ്ട, റിലേഷൻഷിപ്പുള്ള ഒരു സെർവന്റിനെയും ഞങ്ങൾ അവിടെ വെക്കുന്നില്ല. ഞങ്ങൾ 2 ഭാര്യകൾ തന്നെ അവിടെ ഉണ്ട്. മൂന്നാമതൊരു ഭാര്യ ഇനി വേണ്ട. പിന്നെ എല്ലാരടുത്തും കൂടി ഇതാ വീട് വാങ്ങിച്ച ആളുടെ ഒരു ഔദാര്യമാ, ദാനം. അപ്പൊ സന്തോഷത്തോടെ എല്ലാരും ജീവിക്കുക. എന്നാ ഗുഡ് ബൈ. ദീപു, വാ. ദീപു, സിറ്റിയിലൊന്ന് കറങ്ങി ഹോട്ടൽ അറേബ്യയിൽ കയറി ചിക്കൻ അഫ്ഗാനി കഴിച്ചിട്ട് പോവാം. എന്തു പറയുന്നു? ഓക്കെ, ചിക്കൻ അഫ്ഗാനിയോ ചിക്കൻ കാശ്മീരിയോ എന്തിനു ഞാനടിയാ. വാ മക്കളെ, പോലെ. ഇവർക്കിത് എന്തു പറ്റി? ആർത്തി മൂത്ത് ഭ്രാന്തായോ? എന്താ അമ്മേ? എടാ പോലെ. ഇവരൊന്ന് കിതക്കുക. കൊളസ്ട്രോൾ ഉണ്ടേ, ഉറപ്പായിട്ടും ഹാർട്ടിന് ബ്ലോക്കും ഉണ്ടാവും. ഒരു 13 ബ്ലോക്കെങ്കിലും കാണും. എനിക്കേ ഒരു ബ്ലോക്കും ഇല്ല, ഒരു പഞ്ചായത്തും ഇല്ല. ഞാൻ എന്റെ ഹെൽത്ത് നന്നായി സൂക്ഷിക്കുന്നവളാ. പിന്നെ ഓർക്കപ്പുറത്ത് ഓടിയാ ആനയായാലും നിന്ന് കിതയ്ക്കും. അല്ലമ്മ, ഓടി വന്നതിന്റെ കാര്യം പറ. എടാ മോനെ, എന്റെ റൂമിന്റെ സേഫിന്റെ മുകളില് ഒരു ബാഗുണ്ട്. അത് ഞാൻ എടുക്കാൻ മറന്നുപോയി. അതില് നിറയെ എന്റെ കാഞ്ചിപുരം ബനാറസ് സാരികളാ. എനിക്ക് പോയി അതെടുക്കണം. നിങ്ങൾ ഇന്നു മുതൽ ഒരു കൈലിമുണ്ടും ബ്ലൗസും തോർത്തുവിട്ട് നടന്നാ മതി. അതാണ് നിങ്ങൾക്ക് ചേർച്ച. ഇവളോട് വഴക്കിടാൻ പോയാ അതെടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്ത്രപൂർവ്വം നിൽക്കണം. എന്റെ മോളെ, വഴക്കിടാനൊന്നും വയ്യ. വെപ്രാളപ്പെട്ട് ഇറങ്ങി പോന്നപ്പോഴേ എടുക്കാൻ മറന്നതാ. എന്റെ ജീവൻ വേണമെങ്കിൽ ഞാൻ ഉപേക്ഷിക്കാം, പക്ഷെ സാരി ഉപേക്ഷിക്കാൻ പറയരുത്. എന്നാ നിങ്ങൾ ജീവൻ ഉപേക്ഷിച്ചോ, അതായിരിക്കും നല്ലത്. നാട്ടുകാർക്കും വീട്ടുകാർക്കുള്ള ശല്യം ഒന്ന് മാറി കിട്ടുമല്ലോ. ഇവളെന്നെ കൊണ്ട് വേണ്ട, അടങ്ങാം. ഒന്ന് വാ മോളെ. എനിക്കവിടെ ആരെയും പരിചയമില്ലാത്തോണ്ടല്ലേ. പരിചയമില്ലാത്ത ഞാൻ ചെന്ന് ചോദിച്ചാ അവര് ബാഗ് തരില്ല. ഒന്ന് വാ മോളെ. ഞാൻ വരത്തൊന്നുമില്ല. വീട് ഞാൻ വിറ്റു, അതിന്റെ കാശ് വാങ്ങിച്ചു കഴിഞ്ഞു. ഇനി അതിന്റെ മുറ്റത്തേക്കൊന്നും ഞാൻ ചെല്ലത്തില്ല. എടാ മോനെ, ഒന്ന് പറയടാ ഇവളോട്. അമ്മ എന്തായി പറയുന്നേ? നന്ദുവിന്റെ സ്വഭാവം അമ്മയ്ക്ക് അറിയില്ലേ? മോളെ, ഞാൻ പറഞ്ഞില്ലേ, ഞാനിനി ആ മുറ്റത്തേക്ക് കാല് കുത്തില്ല. അവരൊക്കെ വലിയ ആളുകളാ. വിറ്റുപോയതെല്ലാം വിറ്റുപോയി. ഇനി അവരുടെ മുമ്പിൽ പോയി കെഞ്ചാനൊന്നും എന്നെ കൊണ്ട് പറ്റത്തില്ല. നിങ്ങൾക്ക് ആ സാരി അങ്ങ് ഉപേക്ഷിച്ചാൽ എന്താ? എനിക്കേ എന്റെ സാധനങ്ങൾ ഉപേക്ഷിക്കാൻ മനസ്സില്ലടി. നീ ആരടി എന്നെ ശകാരിക്കാൻ? ദേ, ഞാൻ അവരുടെ കൂടെ നിന്ന് നിന്നെ ആക്രമിക്കാത്തതേ നീയേ എന്റെ മകന്റെ ഭാര്യ ആയതുകൊണ്ടാ. നീ ഇവനെ വിഴുങ്ങാൻ വന്ന കാലപ്പാമ്പാന്നൊക്കെ എനിക്കറിയാം. പക്ഷേ ഞാൻ ഇപ്പൊ ഇത്തിരി ക്ഷീണത്തിലാണെങ്കിലും അംബിക എന്നോ അംബിക തന്നെയാ. പലരെയും കൊന്നു തള്ളിയിട്ടുള്ളവളാ ഞാൻ. നിന്റെ മുന്നിലേ തൽക്കാലം ഞാൻ തോൽക്കുന്നതേ ഞാൻ മറ്റൊരു ജയം മുന്നിൽ കണ്ടോണ്ടാ. എന്റെ സാരി എടുത്തു തരാതെ
നിന്നെയും ഇവനെയും ഇവിടുന്ന് ഒരടി ഞാൻ വിടില്ല. എന്റെ പൊന്നു നന്ദു, എന്തൊക്കെ പറഞ്ഞാലും ഇവരെന്റെ അമ്മയായി പോയില്ലേ. ഒന്ന് കൂടെ പോയി വാങ്ങിച്ചു കൊടുക്ക്. അച്ഛാ, അച്ഛൻ എങ്ങനെ ഇവിടെ ജീവിക്കും? ജീവിച്ചല്ലേ പറ്റൂ. എനിക്കങ്ങനെ പ്രത്യേകിച്ച് പരിഗണനയൊന്നും വേണ്ട. എല്ലാവരെയും പോലെ തന്നെ ഞാനും. അച്ഛാ, നമുക്ക് തറവാട്ട് വീട്ടിലേക്ക് മാറിയാലോ? സൂര്യമംഗലത്തേക്ക്. ഗതികെട്ട് ആത്മഹത്യ ചെയ്യണം. ആത്മാഭിമാനം പണയം വെക്കരുത്. സൂര്യമംഗലം പത്മയുടെ കൊട്ടാരമാ, നിന്റെ അമ്മയുടെ വീട്. നിനക്ക് വേണമെങ്കിൽ അങ്ങോട്ട് പോവാം. എന്താ അച്ഛാ ഇത്? ഞാൻ അച്ഛന്റെ അവസ്ഥയോർത്ത് ചിന്തിച്ചു പോയെന്നേ ഉള്ളൂ. എന്റെ അവസ്ഥയ്ക്ക് ഒരു കുഴപ്പമില്ല. ഏത് സാഹചര്യത്തിലും ഒരുമിച്ച് സന്തോഷത്തോടെ ഞാൻ ജീവിക്കും. ഇപ്പൊ ഉണ്ടായ കാറ്റിനെയും കടലിനെയും ഒന്നും ശാന്തമാക്കാൻ മനുഷ്യരായ നമുക്ക് പറ്റില്ല. അതിന് ദൈവപുത്രൻ വരുമെന്ന പ്രതീക്ഷയോടെ നമുക്ക് മുന്നോട്ട് പോവാം. ഇതിന്റെ വാതിൽക്കലൊന്നും ആരെയും കാണുന്നില്ലല്ലോ മോളെ. നീ ഇപ്പോഴും പിണക്കത്തിലാണോ? അതൊക്കെ വിട്. അതിന്റെ സാരി കിട്ടാൻ വേണ്ടി ഒന്ന് ചൂടായെന്നല്ലേ ഉള്ളൂ. നമ്മള് അമ്മായിയമ്മയും മരുമോളും തമ്മിലുള്ള വഴക്കൊക്കെ തീർന്നു. എനിക്കാരോടും വഴക്കൊന്നുമില്ല. ഒന്നിനെയും കാണുന്നില്ലല്ലോടി. ഇവരെന്താ വടക്കേ ഇന്ത്യക്കാരാണോ? അതെന്താ അങ്ങനെ ചോദിച്ചേ? അല്ല, പരിപ്പും സവാളയും ഉരുളക്കിഴങ്ങും കൂടി ഒരുമിച്ച് വേവുന്നൊരു മണം. അതെന്താ, മലയാളികൾക്ക് ഉരുളക്കിഴങ്ങും പരിപ്പും ഒന്നും ഇറങ്ങത്തില്ലേ? ഏയ്, അമ്മ വാ, നമുക്ക് അകത്ത് പോയി നോക്കാം. നിക്കവിടെ.